മുട്ട ചേർക്കാതെ എഗ് ബീറ്ററും ഓവനും ഒന്നും ആവശ്യമില്ലാതെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലം കേക്കാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. ഇന്ന് ഞാനിത് ഉണ്ടാക്കുന്നത് നോൺ സ്റ്റിക്ക് പാനിലാണ്. അതായത് നമ്മൾ നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ നോൺ സ്റ്റിക്ക് പാനിലാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാരണ അടികട്ടിയുള്ള അലൂമിനിയം തട്ടോ അതല്ലെങ്കിൽ പ്രഷർ കുക്കറിലും നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം മുട്ട ചേർക്കാതെ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്ന്. ഇതിനു വേണ്ടി ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വരെ ഉണക്കമുന്തിരി, അതായത് കറുത്ത കളറിലുള്ള ഉണക്കമുന്തിരി, അതാണ് പ്ലം കേക്കിന് എപ്പോഴും ഏറ്റവും നല്ലത്. അപ്പോൾ അതില്ലെങ്കിൽ സാധാരണ നമ്മുടെ ബ്രൗൺ കളറിൽ വരുന്ന കിസ്മിസ് ഉണ്ടല്ലോ, അതെടുക്കാം. അപ്പോൾ 1/4 കപ്പ് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ 1/4 കപ്പ് വരെ ഈന്തപ്പഴം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ചെറി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി എടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടി 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കറക്റ്റ് മെഷർമെൻറ്റും ഒക്കെ അതിൽ കൊടുക്കാം. സംശയമുള്ളവർക്ക് അതിൽ നോക്കിയാൽ മതി. ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും ഒക്കെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ഡ്രൈ ഫ്രൂട്ട്സ് മുഴുവനും ഒരുമിച്ച് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഇത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ അത്തിപ്പഴം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആപ്രിക്കോട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുക്കാം കേട്ടോ. ഇത് തന്നെ ഞാൻ എടുത്ത് തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഇനി ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം ആ നല്ല ചൂടോടുകൂടി തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അതായത് 250 മില്ലി ലിറ്ററിൻ്റെ കപ്പിൻ്റെ അളവിൽ 1/4 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളമാണ് ഞാനിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് ചേർത്തിരിക്കുന്നത്. വെള്ളം ചേർത്തിട്ട് അതിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഒന്ന് അമർത്തി വെച്ച് കൊടുക്കാം. ഇതിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. നമുക്കിതിവിടെ അടച്ച് വെക്കാം. ഈ നമ്മൾ ചേർത്തിരിക്കുന്ന വെള്ളം നന്നായിട്ട് തണുത്ത് വരണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നന്നായിട്ട് തണുത്ത് വരുന്നത് വരെ നമുക്കിതിവിടെ അടച്ച് വെക്കാം. അപ്പോഴേക്ക് ഇതിൽ ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നല്ല സോഫ്റ്റായിട്ട് മാറുകയും ചെയ്യും. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർക്കാം. 250 മില്ലി ലിറ്റർ കപ്പ് അളവിൽ തന്നെയാണ് എടുക്കേണ്ടത് എല്ലാ സാധനങ്ങളും. അപ്പോൾ 1/4 കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് സ്പൈസ് പൗഡറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പൂ പൊടിച്ചത്, അതുപോലെ 1/4 ടീസ്പൂൺ ജാതിക്ക പൗഡർ. ഇത് 3ഉമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3ഉം കൂടിയിട്ട് 1 ടീസ്പൂണാണ് ഉള്ളത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് അരിച്ചെടുക്കാം. ഒരു സ്ട്രെയിനറിലൂടെ അരിച്ചെടുത്താലും മതി. അതല്ലെങ്കിൽ ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ വിസ്കോ മറ്റോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. പൗഡർ 4ഉം കൂടി നന്നായിട്ട് യോജിച്ച് വരുന്നത് വരെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതിവിടെ മാറ്റി വെക്കാം. നമ്മൾ ഇതിൽ ഒഴിച്ച വെള്ളമൊക്കെ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമ്മൾ നല്ല ചൂടുള്ള വെള്ളമായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിൽ ചേർത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് നന്നായിട്ട് നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ജ്യൂസിന് പകരം നിങ്ങൾക്ക് ആപ്പിൾ ജ്യൂസ് അല്ലെങ്കിൽ കറുത്ത മുന്തിരിയുടെ ജ്യൂസ് അതൊക്കെ ചേർക്കാം. ഞാനിവിടെ ഓറഞ്ച് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഒരു ഓറഞ്ചിൻ്റെ ഫ്രഷ് ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/3 കപ്പ് വരെ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. 1 കപ്പിൻ്റെ 1/3 അളവിലാണ് ഓയിൽ ചേർത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. പശുവിൻ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്തിട്ടും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ 1/3 കപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വരെ വിനാഗിരി, അതായത് സുർക്ക ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. ബ്രൗൺ ഷുഗർ കയ്യിലില്ലാത്തവർ സാധാരണ പഞ്ചസാര ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര, സാധാരണ പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പൊടിക്കുന്നതിന് മുന്നേ ആണ് കേട്ടോ, 1/4 കപ്പ് പൊടിച്ചതിന് ശേഷമല്ല. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി. പിന്നെ ഇത് ഈ 1/4 കപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കേക്കിന് ഒരു പാകത്തിലുള്ള മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ.
അപ്പോൾ നല്ല മധുരമുള്ള കേക്ക് വേണമെന്നുള്ളവർ 1 കപ്പ് പഞ്ചസാര ചേർക്കണം. അതിപ്പോൾ ബ്രൗൺ ഷുഗർ ആണെങ്കിലും സാധാരണ ഷുഗർ ആണെങ്കിലും ഒക്കെ 1 കപ്പ് പഞ്ചസാര ചേർക്കുക നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച പൗഡർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഇതുപോലൊരു കുഴി ഉണ്ടാക്കി കൊടുക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ തയ്യാറാക്കി വെച്ച ഈ മിക്സ് ഇതിൻ്റെ നടുവിലായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നട്ട്സാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ റോസ്റ്റ് ചെയ്ത നട്ട്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിതിൽ എടുത്തിട്ടുള്ളത് വാൾനട്ടും ബദാമും അണ്ടിപ്പരിപ്പുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ എടുക്കാം. അതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമില്ല. റോസ്റ്റ് ചെയ്യാതെയും നട്ട്സ് ചേർക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. 3 നട്ട്സും കൂടി 1/2 കപ്പാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഓറഞ്ചിൻ്റെ തൊലി എടുക്കുന്ന സമയത്ത് ആ ഓറഞ്ച് ഭാഗം മാത്രമേ എടുക്കാവൂ. അതിൻ്റെ വെള്ള കളർ വരുന്ന ഭാഗം എടുക്കരുത്. അതിന് നല്ല കയ്പ്പായിരിക്കും. അപ്പോൾ ഏറ്റവും മുകളിലുള്ള ഓറഞ്ച് കളറിൽ വരുന്ന തൊലി മാത്രം നേരിയതായിട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക. 1.5 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ പതുക്കെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സ്പീഡ് കൂട്ടിയിട്ടും ബലം പിടിച്ചിട്ടും ഒന്നും മിക്സ് ചെയ്യരുത്. പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ നമ്മളിത് ഉണ്ടാക്കുന്ന സമയത്ത് പൊങ്ങി വരില്ല. അതുകൊണ്ട് വളരെ പതുക്കെ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതുപോലെ ഒരു സ്പാച്ചുലയോ അതല്ലെങ്കിൽ സ്പൂണോ മറ്റോ വെച്ചിട്ട് ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായി വരുന്നുണ്ട്. കൂടുതൽ സമയം എടുത്തിട്ടും മിക്സ് ചെയ്യരുത് കേട്ടോ. ഒന്ന് മിക്സായി എന്ന് നമുക്ക് തോന്നിയ ഉടനെ ഇത് നിർത്തണം. കൂടുതൽ സമയം ഇതുപോലെ മിക്സ് ചെയ്തെടുക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. കൂടുതൽ സമയം ഇതുപോലെ ഇളക്കണ്ട. ഇതിപ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് വെച്ചിരിക്കുന്നത്. ഇതിൽ ഞാൻ ഓയിൽ തടവി കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് തടവിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ മറ്റോ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച കേക്ക് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാൻ 20 സെൻറ്റിമീറ്ററിൻ്റെയാണ്. അപ്പോൾ ഇതിലും ചെറിയ പാൻ എടുക്കരുത്. കേക്കിന് നല്ല ഹൈറ്റ് കൂടിയിട്ട് വെന്ത് കിട്ടാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഒരു 20 അല്ലെങ്കിൽ 22 സെൻറ്റിമീറ്ററുള്ള പാൻ എടുക്കുക. കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാനിൻ്റെ അടിയിൽ കത്തി തട്ടാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ കേക്ക് നല്ല നിരപ്പായി കിട്ടും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് പോയി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം. എന്നിട്ട് പാനിൻ്റെ മൂടിക്ക് ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഞാനിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഞാനിതിൻ്റെ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമുക്ക് കേക്ക് വേവിക്കാൻ. അതിന് മുന്നേ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒരു പാൻ വെച്ച് കൊടുക്കാം താഴെയായിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രത്തിൻ്റെ നല്ല കട്ടിയുള്ള മൂടി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി. അടിഭാഗം കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പാത്രത്തിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്കിൻ്റെ പാൻ വെച്ചിട്ട് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. എനിക്ക് ഈ കേക്ക് വേവാൻ വേണ്ടിയിട്ട് 45 മിനിറ്റ് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറഞ്ഞതൊരു 40-45 മിനിറ്റെങ്കിലും സമയം എടുക്കും ഈ കേക്ക് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അത്രയും സമയം വെയിറ്റ് ചെയ്യാം. 45 മിനിറ്റോളം ആയിട്ടുണ്ട് നമ്മൾ കേക്ക് വേവിക്കാൻ വെച്ചിട്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി നോക്കാം. അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ കത്തി നല്ല ക്ലീൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. എന്നിട്ട് ഇതിവിടെ നമുക്ക് തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ഈ പാനിൽ നിന്നും പുറത്തേക്ക് എടുക്കുന്നതായിരിക്കും നല്ലത്. ചൂടോടുകൂടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. മുട്ട ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്നും കേക്ക് പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ അടിഭാഗമൊക്കെ കണ്ടില്ലേ, ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടിയിൽ വേറെ പാത്രം വെച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കുറേ ടൈം എടുത്തിട്ട് നമ്മൾ വേവിക്കുന്നതല്ലേ. അപ്പോൾ താഴെ ഒരു പാത്രം വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. നമുക്ക് നല്ല ഒട്ടും കരിഞ്ഞു പോവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ കേക്ക് ഞാനൊരു ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേക്ക്.
കണ്ടില്ലേ, നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട്. അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മധുരം പാകത്തിന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പഞ്ചസാര ചേർക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയുടെ സ്മെല്ല് ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല സൂപ്പർ കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങളുടെ ബന്ധുക്കൾക്കും ഫ്രണ്ട്സിനും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക്